വെൽക്കം ടു ഹിന്ദി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മെയിമിനെ കുറിച്ച് പഠിച്ചു അല്ലേ? മെയിമിൻ്റെ വിവിധ രൂപങ്ങൾ മേര, മേരെ, മേരി, പിന്നെന്താണ് പഠിച്ചത്? മുച്ചയും പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് വഹ് യഹാണ്. വഹ് യഹ്. വഹും യഹും പ്രോനൗൺ ആണ്, സർവനാമാണ്. വഹ് യഹ് സർവനാം, പ്രോനൗൺ ആണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൻ പഠിച്ചു, അതൊരു സർവനാം ആണ്. വഹ് യഹും പ്രോനൗൺ ആണ്. വഹ് യഹ് അത് ഏകവചനാണ്, സിംഗുലർ ആണ്. വഹും യഹും സിംഗുലർ ആണ്, ഏകവചനമാണ്. സെൻറ്റൻസിൻ്റെ ആരംഭത്തിൽ വഹ് യഹ് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റൻസിൽ ലാസ്റ്റിൽ നമ്മൾ ഹേ ചേർത്തിട്ട് എഴുതാവും. ഹേ ആണ്, ഉണ്ട്, ആകുന്നു എന്നാണ് ഹേയുടെ അർത്ഥം. ഇംഗ്ലീഷ് നമ്മൾ ഈസ് ചേർക്കും. വഹ് യഹ് സെൻറ്റൻസിൻ്റെ ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹേ ചേർത്തിട്ട് എഴുതാവൂ. വഹ് യഹ് സിംഗുലർ ആണ്, ഏകവചനമാണ്, സർവനാമമാണ് എന്നെല്ലാം അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? വഹിൻ്റെ അർത്ഥം എന്താണ്, യഹിൻ്റെ അർത്ഥം എന്താണ് നമുക്കിനി നോക്കാം. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് വഹിൻ്റെയും യഹിൻ്റെയും അർത്ഥമാണ്. വഹ് എന്ന് വെച്ചാൽ അത്, യഹ് എന്ന് വെച്ചാൽ ഇത്. ഇംഗ്ലീഷിൽ ദാറ്റ്, ദിസ് എന്ന് പറയും. ഇനിയും അർത്ഥങ്ങളുണ്ട്. അവൻ, ഇവൻ, അവൾ, ഇവൾ, ഇതെല്ലാം വഹിൻ്റെയും യഹിൻ്റെയും അർത്ഥമാണ്. വഹിന് ഏതൊക്കെ അർത്ഥമാണുള്ളത്? അത്, ദാറ്റ്, അവൻ, ഹി, അവൾ, ഷീ, ഇതിന് വഹ് ചേർക്കും. യഹ് എന്ന് പറയുന്നത് നമ്മൾ അടുത്തുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ സൂചിപ്പിക്കുമ്പോഴാണ് യഹ് ചേർക്കുന്നത്. ഇത്, ദിസ്, നമ്മൾ ഇവൻ, ഇവൾ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ യഹ് ചേർക്കുന്നത്. ഇനി ഇത് ചേർത്ത് നമ്മൾ സെൻറ്റൻസ് എഴുതാൻ പഠിക്കണം. നിങ്ങൾക്ക് ധാരാളം സെൻറ്റൻസ് ഹിന്ദിയിൽ അറിയാം അല്ലേ? അത് പേനയാണെന്ന് ഇങ്ങനെ പറയും. വഹ് വഹ് കലം ഹേ, വഹ് കലം ഹേ, വഹ് കലം ഹേ. വഹ് പുസ്തക് ഹേ, ഇനി ധാരാളം സെൻറ്റൻസ് പറയൂ. വഹ് ബഗീച്ച ഹേ, അത് ഗാർഡനാണ്. അതുപോലെ യഹ് ചേർത്തിട്ട് പറയൂ. യഹ് കുർസി ഹേ, യഹ് കുർസി ഹേ, ഇത് കുർസിയാണ്, ഇത് ചെയറാണ്. യഹ് തിത്തലി ഹേ, ഇത് ബട്ടർഫ്ലൈ ആണ്. യഹ് തിത്തലി ഹേ. യഹ് പേഡ് ഹേ, ഇത് ട്രീ ആണ്. യഹ് പേഡ് ഹേ. അപ്പം വഹിൻ്റെ യഹിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ധാരാളം വേർഡ്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചു കാണും അല്ലേ? പുതിയ പുതിയ വേർഡ്സുകൾ. തിത്തലി, തിത്തലി എന്ന് വെച്ചാൽ എന്താണ്? ബട്ടർഫ്ലൈ അല്ലേ? പേടിൻ്റെ അർത്ഥം എന്താണ്? ട്രീ എന്നല്ലേ? മച്ചലി, മച്ചലിയുടെ അർത്ഥം എന്താണ്? ഫിഷ് എന്നല്ലേ? ടോക്കരി, ടോക്കരി എന്താണ്? ബാസ്ക്കറ്റ് അല്ലേ? പിന്നെന്താണ്? മേസ്, മേസ് എന്ന് വെച്ചാൽ മേശ, ടേബിൾ. ഇതുപോലെ നിങ്ങൾക്ക് ഈ വേർഡ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ പഠിച്ചിട്ടുള്ള വേർഡ്സുകൾ ഉപയോഗിച്ച് വഹ് യഹ് ചേർത്ത് സെൻറ്റൻസ് ഉണ്ടാക്കണം. ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ വഹ് ചേർത്ത് സെൻറ്റൻസ് എഴുതണം. മാക്സിമം എത്ര എഴുതാൻ സാധിക്കുമോ അത്രയും സെൻറ്റൻസ് എഴുതുക. അതുപോലെ തന്നെ യഹ് ചേർത്തിട്ടും എഴുതുക. നേരത്തെ നമ്മളൊരു സെൻറ്റൻസ് പഠിച്ചു, മെയിൻ ചേർത്തിട്ട് നിങ്ങൾ എഴുതണം. അതോടൊപ്പം തന്നെ വഹ് ചേർത്തിട്ടും യഹ് ചേർത്തിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സുകൾ ഉപയോഗിച്ച് സെൻറ്റൻസ് എഴുതണം. ഓക്കെ.